ഇതൊരു ട്രാവൽ വ്ളോഗാണ്. രാമേശ്വരം ധനുഷ്കോടി പോകുന്ന ഒരു ചെറിയ ട്രാവൽ വ്ളോഗ്. ഞങ്ങൾ ഏകദേശം 9 മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങളുടെ സ്വന്തം കാറിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് എറണാകുളം പോകേണ്ട ഒരു ആവശ്യമുണ്ട്. എൻ്റെ കോളേജിലേക്ക് എൻ്റെ കോൺവെക്കേഷൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഞാനങ്ങനെ ഓഫീസിൽ പോയി കോൺവെക്കേഷൻ്റെ ഡ്രസ്സെല്ലാം വാങ്ങി പോവാണ്. ഇനിയാണ് നമ്മൾ ശരിക്കും നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി. അപ്പോഴത്തേക്ക് ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശരത് ഭവനിൽ കയറിയിട്ട് അവരെല്ലാവരും മീൽസാണ് പറഞ്ഞത്. ഞാനും ബ്രദറും ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡെല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം ഫുഡെല്ലാം കഴിച്ച് പിന്നെ വീണ്ടും ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ കുതിരാൻ വഴിയാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് വളഞ്ഞ വഴിയാണ്. പക്ഷേ എറണാകുളം പോകാനുള്ളത് കൊണ്ട് മാത്രം അങ്ങനെ അവിടെ നിന്ന് കുതിരാൻ വഴിയാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കുതിരാൻ വഴി പോകുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കിങ്ങനെ ട്രാവൽ വ്ളോഗ്സിനൊക്കെ പറ്റിയിട്ട് ഭയങ്കര ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം നിങ്ങൾക്ക് തരുന്നതാണ്, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് അറിയണം കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഐഷ് ഡയറീസ്. എൻ്റെ പേര് ഐശ്വര്യ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക, മറക്കരുത്. ഇനി നമുക്ക് പാലക്കാടിൻ്റെ മനോഹാരിത കുറച്ച് കാണാം. ഹൈവേ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നല്ല രസമാണ് കാണാൻ. കുറേ മലനിരകളും പാടങ്ങളും പിന്നെ തെങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു ഹൈവേ കാണാൻ. എനിക്ക് എപ്പോഴും ഈ വഴിയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോയമ്പത്തൂർ റൂട്ടൊക്കെ പോകുന്നത്. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തി. പാലക്കാട് അപ്പോൾ ഒരു 5 മണിയൊക്കെ എന്തോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ നിർത്തി ഞങ്ങൾ. പിന്നെ അവിടെ നിന്ന് ഞാൻ ഹോർലിക്സാണ് കഴിച്ചത്. പിന്നെ അവിടുത്തെ പഴംപൊരിയും പിന്നെ മുളക് ബജിയൊക്കെ അവരെല്ലാവരും കഴിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ തമിഴ്നാട് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്ക് തമിഴ്നാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം. അങ്ങനെ പോകുന്ന വഴിയിലും അതുപോലെ മലനിരകളും കുറേ കവുങ്ങല്ല തെങ്ങുകളും പാടങ്ങളും അങ്ങനെ കുറേ കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ്. പ്രത്യേകിച്ച് വൈകുന്നേരം നേരം ആയതുകൊണ്ട് സൂര്യാസ്തമിക്കാറായുള്ള ആ ഒരു ടൈം കൂടി ആകുമ്പോൾ സ്കൈയും ആ ഒരു ഇതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നൊരു സാധനമാണ് കാറ്റാടി. എനിക്കാണെങ്കിൽ ചെറുപ്പം മുതലേ കാറ്റാടികൾ കണ്ടാൽ എനിക്ക് ഭയങ്കര ഭ്രാന്താണ്. ഞാനങ്ങനെ കുറേ കാറ്റാടികളുണ്ടായിരുന്നു. നല്ല രസമാണ് ആ ഒരു പാടത്തിൻ്റെ ചുറ്റും കാറ്റാടികൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് മടത്തുക്കുളം എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പം ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഈ ഒരു കടയിൽ നിന്ന് നല്ല പൂ പോലെ ഇഡ്ഡലി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടാണ്. പക്ഷെ അത്രയും നല്ല സോഫ്റ്റ് ഇഡ്ഡലിയൊക്കെ കഴിച്ചു. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അനിയന് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ അങ്ങനെ നിർത്തി കഴിച്ചാണ്. അപ്പോൾ അവൻ്റെ നിന്നും ഇസ്കിയാണ് ഞാനും കഴിച്ചത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നൈറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട് രാമേശ്വരം. ഇനി ഏകദേശം ഒരു 1-2 hours ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ഞങ്ങൾ ഇവിടെ നിന്നായിരുന്നു ഫുഡ് കഴിച്ചത്. ടേസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ വൃത്തിയാണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോകുമ്പോഴാണ് ഇതൊരു പാലാണ്. ആ പാലത്തിൽ അടിയിൽ കൂടെ ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ട് അവിടെ ലൈറ്റ് വെച്ചത് എന്ത് രസമായിരുന്നു കാണാൻ. അങ്ങനെ പിറ്റേ ദിവസമായി ഞങ്ങൾ നല്ല ലേറ്റായിട്ടാണ് റൂമിൽ വന്നത്. അപ്പം നല്ല രീതിയിൽ ടയേർഡായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ രാമേശ്വരം ടെമ്പിളിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴി എല്ലാ വീട്ടിലും നല്ല ഭംഗിയിൽ കോലമൊക്കെ വരച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു കാണാൻ.
ഇപ്പം നമ്മൾ പോകുന്നത് അഗ്നിതീർത്ഥം എന്ന കടലിൽ മുങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ആ വെള്ളം തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പാപങ്ങളെല്ലാം പോയി എന്നാണ് വിശ്വാസം. ഞങ്ങൾ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഞങ്ങളോട് കോർഡിനേറ്റർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുങ്ങിയില്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് തലയും കൈയൊക്കെ ഒന്ന് നനച്ചാൽ മതി. അത് കഴിഞ്ഞ് ഞങ്ങൾ 22 കിണറിലെ വെള്ളം സ്നാനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു കണ്ടെയ്നറും കൊണ്ട് പോകുകയാണെങ്കിൽ നമുക്ക് 22 കിണറിലെ വെള്ളം നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. ഈ ഓരോ കിണറിലെ വെള്ളത്തിനും ഓരോ ഗുണങ്ങളുണ്ട്. അതുപോലെ നമ്മൾ 22 കിണറിൽ നിന്നും സ്നാനം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ പോയിട്ട് തന്നെ കുളിച്ചിട്ട് തിരിച്ച് അമ്പലത്തിൽ വരരുത്. നമ്മൾ ജസ്റ്റ് ഡ്രസ്സ് മാത്രം മാറിയിട്ട് വരണം. അതുപോലെ ഈ കിണറിൽ അതേപാടെ നമ്മൾ നനഞ്ഞുകൊണ്ട് അമ്പലത്തിൽ കയറാനും പാടില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോവുകയാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ആണെങ്കിൽ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ശംഖുകൾ കൊണ്ടും ഷെല്ല് കൊണ്ടൊക്കെ നല്ല ആർട്ട് വർക്ക്സുകളൊക്കെ കാണാം. കണ്ണാടികളും ഒക്കെ നല്ല ഭംഗിയിൽ. അപ്പോൾ ഈ സാധനമാണ് രാമക്കട്ടി. ഇത് നമുക്ക് കണ്ണിൻ്റെ അടിയിൽ ഡാർക്ക് സർക്കിൾസ് പോകാനും കണ്ണിൻ്റെ പഫ്നെസ്സൊക്കെ പോകാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് വെള്ളത്തിൽ ചാലിച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്യാമെന്നാണ് ആ ചേച്ചി പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് തിരിച്ച് അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് രാവണനെ വധിച്ചതിന് ശേഷം അയോധ്യയിലേക്ക് പോകുമ്പോൾ രാവണൻ ശിവഭക്തനായതുകൊണ്ട് ശിവഭക്തനെ കൊന്നതിൻ്റെ പാപം മാറാൻ വേണ്ടി ശിവനെ ഇവിടെ വെച്ച് ആരാധിച്ചിരുന്നു എന്നാണ്. രാമനും സീതയും ഇവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരുന്നു. അതിൽ സീതാദേവി പ്രതിഷ്ഠിച്ചതിനെ രാമലിംഗമെന്നും രാമൻ പ്രതിഷ്ഠിച്ചത് ശിവലിംഗ എന്നുമാണ് പറയുന്നത്. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അവിടുത്തെ ഫോട്ടോസ് ഒന്നുമില്ലാത്ത. ഇപ്പം നമ്മൾ ധനുഷ്കോടിയിലേക്കാണ് പോകുന്നത്. ധനുഷ്കോടിക്ക് പോകുന്ന വഴിക്ക് നമുക്ക് റോഡിൻ്റെ 2 സൈഡിലും കടൽ കാണാം. ഇന്ത്യയുടെ അവസാനം എന്നാണ് ധനുഷ്കോടിയെ പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഒരു കടയിൽ നിർത്തി. ഇവിടെ മണലിൻ്റെ മുകളിലാണ് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ നല്ല ഭംഗിയിൽ കുറേ ശംഖുകൾ കൊണ്ടും ഷെല്ല് കൊണ്ടുള്ള ആഭരണങ്ങളും സാധനങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ നമുക്ക് ഒരു മീൻ വറുത്തത് കിട്ടും. അതുപോലെ തന്നെ മീൻ കറിയാണ്. ഇവരതിന് കുളമ്പ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ കയറിയ കട നല്ല ടേസ്റ്റ് ആയിരുന്നു. അവിടുത്തെ അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഫുഡൊക്കെ തന്നു. നമുക്ക് ഒരു ചോറും അതിൻ്റെ കറി വിത്ത് ഫിഷാണ്. നല്ല വലിയ ഫിഷൊക്കെ തന്നെയാണ് കിട്ടുന്നത്. അതെല്ലാം 80 രൂപയാണുള്ളൂ. അങ്ങനെ ഞങ്ങൾ ധനുഷ്കോടി അറ്റം വരെ നമ്മൾ എത്തി. ഇവിടെ ആണെങ്കിൽ നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മണലൊക്കെ വന്ന് നമ്മുടെ കണ്ണിലും മുഖത്തും ചെവിയിലും ഒക്കെ ഇതിൻ്റെയൊക്കെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല കാറ്റാണ്. നമ്മുടെ കണ്ണിലൊക്കെ നല്ല രീതിയിൽ കയറും. അത്രയും നൈസ് മണലാണ്. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. ഇനി ഞങ്ങൾ പോകുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ല.
നിങ്ങൾ രാമേശ്വരം ധനുഷ്കോടിയൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാമ്പൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് പാമ്പൻ ബ്രിഡ്ജ്. ഇതിലൂടെ ട്രെയിൻ സർവീസ് ഉണ്ട്. അപ്പോൾ ഷിപ്പെല്ലാം പാസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബ്രിഡ്ജ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഷിപ്പുകളെ കടത്തി വിടുന്ന ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ വേറൊരു ബ്രിഡ്ജും കൂടി ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ പാമ്പൻ പാലമൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നൈറ്റ് ഫുഡെല്ലാം അവിടെ നിന്നല്ല കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് നിന്ന് കഴിച്ച് ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഞങ്ങൾ ലേറ്റായിട്ടായിരുന്നു എത്തി. പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല.